ബാലുവിനെ സംബന്ധിച്ചോളം ഈ നമുക്ക് ജീവിതത്തിൽ ഭയങ്ങൾ പല രീതിക്കാണല്ലേ, പല രീതിക്ക്. ഇരുട്ടിൻ്റെ ഭയം ഉണ്ടാവും, യക്ഷിയഭയം, നമ്മൾ രാത്രി കാണുന്ന സ്വപ്നങ്ങൾ ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞ കഥകൾ ഭയം. അങ്ങനെ ഒരു ഭയപ്പാടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കൊന്നിനും പേടിയില്ല. ഒന്നും. ആൾക്ക് പേടിപ്പിക്കാനാ താല്പര്യം. വരുന്ന എല്ലാ ഇന്റർവ്യൂവിലും പെണ്ണുങ്ങൾ പറയായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് പറയാം. അത് ഇന്റർവ്യൂ എടുക്കാൻ എല്ലാവരോടും കഥ കൃത്യമായിട്ട് അതാണ്. അതായത് സെറ്റിൽ എപ്പോഴും ഈ പ്രേതകഥകൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരാളാണ് ബാലു ചേട്ടൻ. അതായത് ഗ്യാങ്ങിനെ എപ്പോഴും ഇതൊരു പ്രേത സിനിമയെന്ന് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്ത് ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കി കാട്ടിക്കൊണ്ടിട്ടിട്ട് അത് പറഞ്ഞിരുന്നു. അത് അഭിലാഷം പേടിച്ചു. അത് അഭിലാഷം പേടിച്ചിരുന്നു ഉറപ്പായിട്ട്. പിന്നെ രാത്രി സുമതല കൂടെ നടന്നു പോകുമ്പോൾ കുറ്റിക്കാട്ടിന്ന് പെണ്ണ് കരയുന്ന സൗണ്ട് ഇദ്ദേഹം ഇല്ലായിരുന്നു അല്ലേ? ബോബിചാനില്ലായിരുന്നു. ബോബിചാൻ പിന്നെ ജീവിതത്തിൽ പേടിയില്ലാത്തതുകൊണ്ട്. ബോബിചാണ് നമുക്ക് സുമതലയിൽ പോകണം. ഇപ്പൊ പോയിട്ട് കാര്യമൊന്നുമില്ല, ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് അതിപ്പോ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ നല്ലൊരു കല്ലായിട്ട് പോയാൽ മതി, എറിഞ്ഞാൽ ലൈറ്റ് ഓഫ് ഒരു മിനിറ്റ്. 1-ാം തീയതി കഴിഞ്ഞ് തീരുമാനിക്കാൻ പോണോ വേണ്ടെന്നൊക്കെ. അല്ല, 1-ാം തീയതി 1-ാം തീയതി കഴിഞ്ഞ് ഈ സിനിമയുടെ ആ വളവിൽ ജനങ്ങളുടെ പ്രവാഹമായിരിക്കും. അതാ ഞാൻ അവിടെ ഷൂട്ടിംഗ് നടത്തുന്നത്. നമുക്ക് ഒറിജിനൽ സുമതി കോളേജിൽ പോയി നമ്മുടെ ഒരു സക്സസ് ആഘോഷിക്കണം. തീർച്ചയായിട്ടും. അത് വേണോ? ഇത്തിരി പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഹലോ, നമ്മള് സുമതിയോളല്ലേ പോകുന്നത്? ഹൈദരാബാദി കൂടെ കാണില്ലേ? ഞാൻ കാണും. എന്തിനാ പേടിക്കുന്നേ? ബാക്കി സുമതി പേടിച്ചോളൂ. നമ്മളെന്തിനാ പേടിക്കുന്നത്? സുമതി പേടിച്ചപ്പോ. അല്ല, ഞാൻ ആ പ്രോഗ്രാം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനത്തെ പ്രോഗ്രാം ഞാൻ എടുക്കാൻ ഷൂട്ട് ചെയ്യാം. ഞാൻ തീർച്ചയായും നമുക്ക് അവിടുത്തെ കുറച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഞങ്ങള് നിങ്ങൾ പറയുന്നിടത്ത് വന്ന് ഷൂട്ട് ചെയ്ത് തരും. ബാക്കി ഉച്ചയ്ക്കല്ല, രാത്രി 12 ഉറപ്പായിട്ടും പോണം. നമുക്ക് അങ്ങനെ ഒരു ആഘോഷമാക്കാൻ ഈ സിനിമ വിജയിക്കട്ടെ. ഈ പ്രേക്ഷകർ അതാണ് ഹൈദരക്ക പറയാനുള്ളത്. അതായത് സിനിമ ഇപ്പൊ അറിയാലോ, സിനിമ ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നത് സക്സസ് വന്നേ പറ്റത്തുള്ളൂ. നമ്മള് ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്ത് ഓഡിയൻസ് മുന്നിലേക്ക് വെക്കുമ്പോൾ ഞങ്ങളും പ്രതീക്ഷയിലാണ് ഈ സിനിമയുടെ സക്സസ് ആണ് ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെയും ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് ഒരിക്കലും മൊബൈൽ കാണേണ്ട ഒരു സിനിമയല്ല ഇത്. തീർച്ചയായും സൗണ്ട് എഫക്ട്സ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. പ്ലസ് പോയിന്റ്സ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ പടം എടുത്തിരിക്കുന്ന ആൾക്കാർ, ഗോകുലം ഈ പടം കണ്ട ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ, അദ്ദേഹത്തിനെ മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം സിനിമ ഇത്ര ഭംഗിയായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാതെ കണ്ടിന്യൂസ് 85-86 days, ഒരു ദിവസവും ബ്രേക്ക് പോലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുന്നുള്ളായിരുന്നു. ഏറ്റവും രസമുള്ള ഗൗരവ ഗോപാലൻ സാർ പടം കാണാൻ വന്നിട്ട് ഇന്റർവെൽ ആയപ്പം പുള്ളി ഇങ്ങനെ താഴെയൊക്കെ നോക്കുക. ഞാനോട് എന്താ സാറേ എന്റെ ചെരുപ്പ് സുമതി കൊണ്ടുപോയി അല്ല, പുള്ളിക്ക് വളരെ അവർ ആ സിനിമ എടുക്കുന്നത്. അവർ വലിയ വലിയ സിനിമകൾ എടുക്കുന്ന ഈ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഇതിലേക്ക് കൈകോർത്ത് വന്നിരിക്കുന്നത് കൃത്യമായിട്ട്. അതാണ് ആ വലിയ കമ്പനികൾ വരുന്നതും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ആ സിനിമ അത്രയും വലിപ്പമുണ്ട്. ആ സിനിമയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടേണ്ടതും ഇഷ്ടപ്പെടേണ്ട സിനിമയായിരിക്കും. എന്തായാലും ഓഗസ്റ്റ് 1-ാം തീയതി ബോബിചാൻ എന്തോ പിന്നെ അതിന്റെ എഞ്ചിന് ഇല്ലാത്ത ഒന്നുമില്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്. സത്യം, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അല്ലെ അവിടെ എടുത്താൽ ഇവിടെ ഫ്രീ. രഞ്ജിൻ അതിമനോഹരമായിട്ട് ഇതിന്റെ എല്ലാവരും ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും, ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഇപ്പൊ തീർക്കാൻ പറ്റില്ല. അതുപോലെ 100% അത് സാറ് തന്നെ പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാവരും അല്ല നമ്മളെ നിങ്ങൾ തന്ന സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് മാധ്യമങ്ങൾ തരുന്നതിൽ തന്നെ ആർട്ടിസ്റ്റുകളുടെ പേര് നീണ്ട ഒരു നിര തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സജിച്ചേട്ടൻ. സജിച്ചേട്ടൻ ഭയങ്കര ഞങ്ങളുടെ ഇപ്പൊ എന്റെ അടുപ്പിച്ച് 3-ാമത്തെ സിനിമ, വിഷ്ണുനത്ത് 2-ാമത്തെ സിനിമ. സജിച്ചേട്ടൻ ഭയങ്കര രസമായിരുന്നു, നമ്മൾക്കൊരു വൈബായിരുന്നു. എല്ലാവരും ഇതിൽ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഗംഭീര ടീം വർക്ക് ആയിരുന്നു സിനിമ ഇതുവരെ. സോഫാർ ദ റെസ്റ്റ്
ഈസ് ഇൻ പീപ്പിൾസ് ഹാൻഡ്. ഇനിയും ഈ സിനിമ അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പറയുന്ന പോലെ മഴ വേറെ പ്രശ്നമൊന്നും ആവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മഴ തിയേറ്ററിലല്ലേ അല്ല മഴ ഭയങ്കരമായിട്ട് ഇപ്പൊ മഴ ഇപ്പോൾ മഴയുടെ പക്ഷെ മഴ ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ആളുകൾ ഈ സിനിമയ്ക്ക് അത്രമാത്രം പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ഈ സിനിമ കാണാൻ. ഹൈദരാലിയുടെ സപ്പോർട്ട് ഉണ്ടാകണം. തീർച്ചയായിട്ടും ഈ സിനിമ ഞാൻ റിലീസിന് മുമ്പ് തന്നെ ഈ സിനിമ കാണുന്നുണ്ട്. റിലീസിന് മുമ്പ് തന്നെ ഈ സിനിമ കാണാൻ ഞാൻ അനുവദിച്ചു. അങ്ങനെ സപ്പോർട്ടൊന്നും വേണ്ട. കാരണം എന്തിനാന്ന് പറയാം ആ സിനിമയെ കുറിച്ച് എനിക്ക് കുറെ തയ്യാറെടുപ്പ് എടുക്കാൻ വേണ്ടി ആ റിവ്യൂ പറയുന്നത്. അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ആര് കാണിക്കും? അതൊക്കെ കാണിക്കും. എന്നാ പിന്നെ ഞങ്ങളെ കൂടെ കാണിക്കേ. കാണിക്കാം, തിയേറ്ററിൽ കാണിക്കാം. ഞങ്ങൾ കാണുന്നു. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ കേട്ടോ. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമയുടെ കൂടെ ഉണ്ടാവും. സിനിമ റിലീസ് കഴിഞ്ഞ് 100ാം ദിവസം വരെ ആഘോഷിച്ച് സുമതിയോട് വെച്ചില്ല ഒരാഘോഷം ഞാനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ പോയിരുന്നെങ്കിലും എല്ലാം ഇവര് പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് എനിക്കും എളുപ്പമായി. യേശുവിന്റെ ശബ്ദത്തിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവര് രണ്ടുപേരും കൂടെ കറക്റ്റ് പറഞ്ഞു തന്നോണ്ടേ പ്രശ്നം ഉണ്ടായില്ല. നിർത്താം. കേക്കാന്നാ പറഞ്ഞത്, സംസാരിക്കാനേ പക്ഷേ ഒരു കാര്യം പറയട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇന്റർവ്യൂ ആണ് ഇവിടെ. അതെ ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ മനുഷ്യൻ രാത്രി ഇന്റർവ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഏറി കയറാനുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ. പക്ഷേ ചോദിക്കാനാണെങ്കിൽ ഒത്തിരി ചോദിക്കാനുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ്. പക്ഷെ അതല്ല, എനിക്ക് സിനിമയും ഈ സിനിമയിലുണ്ടായ രസകരമായ മുഹൂർത്തങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന തമാശകളുമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ഇന്റർവ്യൂ എടുത്തിട്ട് ഇത്രയും ചിരിച്ച ഇന്റർവ്യൂ ആദ്യമായിട്ട് എന്റെയാ എല്ലാരും ഇന്റർവ്യൂസ് എടുത്തിട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് ചിരിച്ചൊരു ഇന്റർവ്യൂ. ബാക്കി ഇന്റർവ്യൂ കാണാത്തോണ്ട് ഈ ഒരൊറ്റ മനുഷ്യൻ അടിപൊളിയായിരിക്കും. ഈ എപ്പിസോഡ് എനിക്ക് പെട്ടെന്ന് അപ്പിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് എടുക്കണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മേഡ് പുട്ട്.